ഇന്ന് വളരെ ചരിത്രപ്രധാനമായ ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങളുടെ യാത്ര. കൊച്ചിയിലേക്കാണ്. കൊച്ചിയിലെ മട്ടാഞ്ചേരിയിലെ ഒരു പള്ളിയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. മട്ടാഞ്ചേരി പള്ളിയിൽ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു. കുറേ നാൾ മുമ്പ് ഞങ്ങൾ നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പോകാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അതിന് അവസരം കിട്ടിയത് കേട്ടോ. അങ്ങനെ അപ്പോൾ ദേ ചേച്ചി ചേട്ടനും കൂടി പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ കൂടെ ഞങ്ങളും കയറിയതാണ്. അങ്ങനെ ഞങ്ങൾ ദേ എയർപോർട്ട് വഴിയാണ് പോകുന്നത് കേട്ടോ. എയർപോർട്ടിൻ്റെ അവിടെ നിന്ന് താഴേക്ക് വെക്കുമ്പോൾ നമുക്കിത് സോളാർ പാടം കാണാം. എന്ത് രസമാണ് കാണാനല്ലേ. വേൾഡിലെ തന്നെ ഏറ്റവും അധികം സോളാർ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന വിമാനത്താവളം തന്നെയാണ് നെടുമ്പാശ്ശേരി എന്നാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ. അങ്ങനെ നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ നേരെ വിട്ടു. അങ്ങനെ ഞങ്ങൾക്ക് എയർപോർട്ട് വഴി പോകുന്നതാണ് ഏറ്റവും എളുപ്പം കേട്ടോ. അങ്ങനെ ഞങ്ങൾ എയർപോർട്ട് വഴി പോയി തൊട്ട് ചേർന്ന് തന്നെയാണ് റെയിൽവേ ക്രോസും എല്ലാ കാര്യങ്ങളും വരുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ പോയത് ആലുവയിലേക്കാണ്. ആലുവ എത്തിയപ്പോഴത്തേക്ക് എല്ലാവർക്കും ഭയങ്കര വിശപ്പായിരുന്നു. എന്തെങ്കിലും കഴിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ആലുവയിൽ മെട്രോ സ്റ്റേഷൻ്റെ താഴെ ആയിട്ടുള്ളൊരു കടയിലേക്കാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ അവിടെ നല്ല മോമോസും കിട്ടും, പിന്നെ ജ്യൂസൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞ് അവിടേക്ക് പോയതാണ്. അങ്ങനെ ഞങ്ങൾ കടയിലേക്ക് എത്തി. നല്ല കിടിലൻ ആംബിയൻസ് തന്നെയായിരുന്നു കേട്ടോ. നല്ല രസമാണ് ഇവിടെ കാണാനായിട്ട്. അതുപോലെ തന്നെ ഭയങ്കര തിരക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫ്രൈഡ് മോമോസും പറഞ്ഞു, പിന്നെ ഓരോ ചായയും 3 ജ്യൂസും പറഞ്ഞു കേട്ടോ. ഞാൻ ഓർഡർ ചെയ്തിരുന്നത് ഓറഞ്ച് ജ്യൂസാണ്. പിന്നെ അവർ ഓർഡർ ചെയ്തിരുന്നത് മിൻറ്റ് ജ്യൂസും. ഓറഞ്ച് ജ്യൂസാണ് എൻ്റെ ഫേവറേറ്റ്. കൊച്ചിനും അതാണ് ഇഷ്ടപ്പെട്ടത്. അതിനോട് അവളത് കഴിച്ചു പോകാൻ അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മിൻറ്റ് ജ്യൂസ് എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അതിനോട് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. എല്ലാം നല്ല അടിപൊളി തന്നെയായിരുന്നു. നല്ല കിടിലൻ ആംബിയൻസും എല്ലാം. അങ്ങനെ അതെല്ലാം ടേസ്റ്റ് ചെയ്ത് ഇരിക്കണ നേരത്താണ് നമ്മുടെ മോമോസ് വന്നത്. ഇതെല്ലാം കിട്ടാൻ ഇച്ചിരി താമസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ വെയിറ്റ് ചെയ്തിരിക്കണേ കേട്ടോ. അങ്ങനെ മോമോസ് എത്തി. ഫ്രൈഡ് മോമോസാണ്. എനിക്ക് ഫ്രൈഡ് മോമോസ് അത്രയ്ക്ക് താല്പര്യം തോന്നിയില്ല. വേറൊന്നും കൊണ്ടല്ല, എൻ്റെ പല്ലത്ര ശരിയല്ല. പല്ല് ചെറിയ വേദനയും കേടൊക്കെ ഉള്ള കാരണം കൊണ്ട് എനിക്ക് ഫ്രൈഡ് മോമോസ് അത്ര ഇഷ്ടപ്പെട്ടില്ല. മോമോസ് ഇഷ്ടമുള്ളവരൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ. അപ്പം ഞാൻ പണ്ടൊരിക്കൽ സ്റ്റീംഡ് മോമോസ് കഴിച്ചിട്ടുണ്ട്. ആകെ 2 പ്രാവശ്യമാണ് ഈ മോമോസ് കഴിച്ചിട്ടുള്ളത്. അപ്പോൾ സ്റ്റീംഡ് മോമോസാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്. അപ്പം ഞാൻ അത് ഓർഡർ ചെയ്ത് അധികം കഴിച്ചു കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ ആലുവ വഴി പോവുകയാണ്. കണ്ടെയ്നർ റോഡ് കയറി പോകാമെന്നാണ് ഓർത്തേക്കണേ കേട്ടോ. ആലുവ കഴിഞ്ഞ് നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി യാത്ര തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതേ നോക്കുമ്പോൾ കൊച്ചിനെ പൊതിഞ്ഞ് കെട്ടി വെച്ചേക്കാണ് ചേച്ചി. കുഞ്ഞു കൊച്ചിനെ പൊതിഞ്ഞ് കെട്ടി വെച്ചാണോ അല്ലേ. പ്രസവം കഴിഞ്ഞ സമയത്താണ് സുറുവിനെ ഇങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ പൊതിഞ്ഞ് കെട്ടി വെച്ചേർന്നെന്ന് എനിക്ക് ഓർമ്മ തോന്നുന്നു. നല്ല കൗതുകം തോന്നിയപ്പോൾ ഞാൻ വീഡിയോ എടുത്താണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞത് കൊച്ചി എത്തിയിട്ടുണ്ട്. കൊച്ചിയിലെ ഫെറിയും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല അടിപൊളി കാഴ്ച തന്നെയാണ് ഈ ഒരു സമയത്ത് പോകുമ്പോൾ. ഞാൻ ഒരുപാട് സമയം പോയിട്ടുണ്ട് കേട്ടോ. മിക്കവാറും ഞാൻ പോകാറുള്ളൊരു സ്ഥലം തന്നെയാണ്. എന്നാലും ഇത് എപ്പോൾ കണ്ടു കഴിഞ്ഞാൽ എനിക്കൊരു പുതുമയാർന്ന കാഴ്ച തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ജങ്കാർ വഴിയാണ് മട്ടാഞ്ചേരിക്ക് പോകാൻ പ്ലാൻ ഇട്ടേക്കണം കേട്ടോ. അങ്ങനെ പോകുമ്പോൾ ഒരുപാട് വഴി ലാഭമുണ്ട്. നേരെ ജങ്കാറിൽ കയറി നമ്മൾ പോയാൽ മാത്രം മതി. അത് അടിപൊളി യാത്രയും തന്നെ കേട്ടോ. എൻ്റെ സെക്കൻഡ് എക്സ്പീരിയൻസ് തന്നെയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ ഒരു യാത്ര. ചെറിയൊരു പേടിയുണ്ട് ഉള്ളിൽ. മറ്റൊന്നുമല്ല, നമ്മളങ്ങനെ കയറി പരിചയമില്ലാത്തതുകൊണ്ടായിരിക്കാം. കാര്യം വീടിൻ്റെ അവിടെയൊക്കെ ജങ്കാറുണ്ടെങ്കിലും വണ്ടിയിലിരുന്നിട്ട് ഞാൻ ജങ്കാറിൽ കയറുന്നത് ആദ്യമായിട്ടാണ്. അപ്പം അങ്ങനെ ജങ്കാറിലേക്കൊക്കെ കയറാണ്. നല്ല അടിപൊളി യാത്ര തന്നെയായിരുന്നു കേട്ടോ. ജങ്കാറിലേക്കൊക്കെ കയറി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ നല്ല ഓളം വെട്ടലൊക്കെ തുടങ്ങി. എന്നാലും പേടിയൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഇരുന്നു. പിന്നെ ഇതേ കുറച്ച് വീഡിയോ ഒക്കെ ആവാമെന്ന് ഞങ്ങളങ്ങനെ ഓരോ വീഡിയോ ഒക്കെ എടുത്ത് പിടിക്കാം കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ നല്ല അടിപൊളി യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മട്ടാഞ്ചേരിയിലേക്ക് വേഗം എത്താണ് കേട്ടോ. ഈ പോകുന്ന യാത്രയൊക്കെ നല്ല രസം തന്നെയായിരുന്നു. ഇങ്ങനെയൊക്കെ പോകാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നല്ല കിടിലൻ യാത്ര തന്നെയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ നേരെ മട്ടാഞ്ചേരിയിലേക്ക് എത്താണ്. പോണ വഴിയും കാഴ്ചകളും ഒക്കെ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഓരോ വീഡിയോ ഒക്കെ എടുത്ത് വെക്കുന്നത് കേട്ടോ. പറഞ്ഞാലും തീരാത്തത്ര വിശേഷങ്ങളുണ്ടായിരുന്നു അന്നത്തെ ഒരു ദിവസം. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കാഴ്ചകളൊക്കെയാണ്. ജങ്കാർ നേരെ അങ്ങടേക്ക് അടുക്കാറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ മട്ടാഞ്ചേരിയുടെ അവിടേക്ക് എത്തി. ചരിത്രപ്രധാനമായ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടായിരുന്ന അതേ ഒരു കൊച്ചി തന്നെയാണ് ഇപ്പോഴും. വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അതൊക്കെ ഇപ്പോഴേ അതേ ചരിത്ര പ്രാധാന്യത്തോടു കൂടി സൂക്ഷിക്കുന്നുണ്ട്. നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ, പഴയ ടൈപ്പ് ഓരോ കാഴ്ചകളും എല്ലാ കാര്യങ്ങളും. ഭയങ്കരമായിട്ടൊരു ചരിത്രം തന്നെയാണ് നമ്മൾ കൊച്ചിയിലേക്ക് ചെല്ലുമ്പോൾ. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ
വഴിയൊക്കെ കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അടുത്ത് കൊച്ചു കിടന്ന് നൊലോളിക്കലും വർത്താനം പറയലൊക്കെയാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഓരോ ഡിസ്റ്റർബൻസ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ദേ നമ്മൾ ഏകദേശം കൊച്ചിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചിയിൽ മട്ടാഞ്ചേരിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂനൻ ക്രൂസ് മുത്തപ്പൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഹോളി ക്രൂസ് എന്നും പിന്നെ കൂനൻ ക്രൂസ് എന്ന് അങ്ങനെയൊക്കെ കുറേ പേരുകൾ പറയുന്നുണ്ട്. ഞങ്ങൾ ബേസിക്കലി പറയുന്നത് പ്രാന്തൻകുരിശ് മുത്തപ്പൻ എന്നാണ്. അത് ഭയങ്കരമായൊരു വിശ്വാസം തന്നെയാണ് ഞങ്ങൾക്ക്. മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല, എന്നെ സംബന്ധിച്ച് ഭയങ്കര വിശ്വാസമാണ് എനിക്ക് അവിടുത്തെ ഒരു ഇതിൽ. എപ്പോൾ എന്ത് കാര്യം ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിലും എനിക്കത് നടത്തി തന്നിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര വിശ്വാസമാണ് ആ മുത്തപ്പൻ്റെ അടുത്ത് പോകാനും കാര്യങ്ങളൊക്കെ. പോണ വഴിക്ക് കൊതുകിനെ ഇതാക്കാനുള്ള പുകയും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ എത്താണ്. ഈ ഒരു വഴി കൂടെയൊക്കെ പോകുമ്പോൾ നമുക്ക് എന്തൊക്കെയോ കാഴ്ചകളൊക്കെ കാണാം അല്ലേ. എന്ത് രസമായിട്ടാണ്. പഴയ ആ ഒരു കൊച്ചി തന്നെയാണ് ഇപ്പോഴും. ചില കാര്യങ്ങൾ ഒഴികെ ബാക്കിയൊക്കെ ഇപ്പോഴും ആ പണ്ടത്തെ ബിൽഡിങ്ങും കാര്യങ്ങളും എല്ലാം ആണ്. ഇതൊക്കെ ഒരു ഒന്നൊന്നര കാഴ്ച തന്നെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സ്ഥലം തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോയിട്ട് സ്ഥലം എത്താത്ത പോലെ അല്ലേ. പക്ഷേ ആക്ച്വലി ഞങ്ങൾ ഇത്തവണ പോയപ്പോൾ നേരത്തെ എത്തിയിട്ടോ. കാരണം ഇതിന് മുമ്പൊക്കെ പോണ സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത്ര പെട്ടെന്ന് ഞങ്ങൾ സ്ഥലത്തേക്ക് എത്താറില്ല. കാരണം ഒരുപാട് വഴി ചുറ്റി തിരിഞ്ഞാണ് പോകുന്നത്. ഇത് ആദ്യമായിട്ടാണ് ഫെറി കയറിയിട്ട് ഞങ്ങൾ പോകുന്നത് കേട്ടോ. ജങ്കാറി കയറി ഞങ്ങൾ പോകുന്നത്. അപ്പോൾ മുത്തപ്പൻ്റെ അടുത്തെത്തി. അവിടെ പുറത്ത് നിന്ന് കുറച്ച് നേരം പ്രാർത്ഥിച്ചതിന് ശേഷം പള്ളിയുടെ അകത്തേക്ക് ഒന്ന് കയറി കുറച്ച് നേരം പ്രാർത്ഥിച്ചൊക്കെ ഇരുന്നു കേട്ടോ. നല്ലൊരു സമാധാനമാണ് ഇവിടെ വന്ന് കുറച്ച് നേരം പ്രാർത്ഥിക്കുമ്പോഴേക്കും. അങ്ങനെ ഇതാണ് നമ്മുടെ പള്ളി. നല്ല അടിപൊളി ഒരു പള്ളിയാണ്. വിശ്വസിക്കുന്നവർക്ക് ഇത് ഏറ്റവും നല്ലൊരു സ്പോട്ട് തന്നെയാണെന്ന് ഞാൻ പറയും. കാരണം എനിക്ക് ഭയങ്കര വിശ്വാസമാണ് പേഴ്സണലി. അങ്ങനെ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്ത് തന്നെയാണ് ഫോർട്ട് കൊച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒന്ന് പോകാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് പോയി. അങ്ങോട്ടേക്ക് പോണ സമയത്ത് നമ്മുടെ പാർക്ക് കണ്ടു, ചിൽഡ്രൻസ് പാർക്ക്, നെഹ്റു പാർക്ക് എന്നാണ് പേരിട്ടോ. അപ്പോൾ ആ പാർക്കിലൊന്ന് കയറി കൊച്ചിനെ ജസ്റ്റ് ഒന്ന് കളിപ്പിക്കാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ അകത്തേക്ക് കയറിയതാണ്. അവൾ വലുതായിട്ട് കളിച്ചില്ല, കാരണം അവൾ അതിനുള്ളത് ആവണേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചിറങ്ങി ഫോർട്ട് കൊച്ചിയിലെ വീതിയിലേക്കൊക്കെ നടക്കാമെന്ന് കരുതി ഞങ്ങൾ ഇങ്ങനെ പോവാം കേട്ടോ. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് കൊച്ചിനെ കുറച്ച് നേരമൊക്കെ ഒന്ന് കളിപ്പിച്ച് നോക്ക്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സ്ഥലമൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മുടെ അമ്മൻ്റെ പേരിലുള്ള വഞ്ചിയുണ്ട്. ഞങ്ങൾ ചുമ്മാ കളിയാക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുത്ത് വാട്സപ്പിലൊക്കെ അയച്ചു കൊടുത്തിരുന്നു കേട്ടോ. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. നടക്കണ സമയത്ത് ഒരുപാട് കാഴ്ചകളുണ്ട് ഇവിടെ കാണാനായിട്ട്. പറഞ്ഞാൽ തീരാത്തത്ര വിശേഷങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ കൊച്ചിയിലെ നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത് അടിപൊളി തന്നെയാണ്. നല്ല ലൈറ്റും കാര്യങ്ങളും എല്ലാം ആയിട്ട് നല്ല അടിപൊളി തന്നെയാണ്. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞതേ കുറേ ഞണ്ടിനെയും ഒക്കെ വിൽക്കാൻ വെച്ചേക്കണം കണ്ടു കേട്ടോ. ഞാനിങ്ങനെ ഞണ്ടിനെ ഒന്നും കണ്ടിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. വല്ലപ്പോഴും ഒരു പ്രാവശ്യം കഴിച്ചിട്ടുണ്ടെന്നല്ലാണ്ട് ഇതേമാതിരിയൊക്കെ കാണുന്നത് ആദ്യമായിട്ട് തന്നെ കേട്ടോ. അപ്പോൾ ഒരുപാട് ടൈപ്പ് മീനൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ജീവനോടെയും ജീവനില്ലാണ്ടും ഒക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തോരം കടകളായിരുന്നു ദൈവമേ. ഇപ്പോഴും അതൊക്കെ ഓപ്പണാക്കി തന്നെ വെച്ചേക്കാണ് രാത്രിയായിട്ടും. അതുമാതിരി ആൾക്കാരും ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പകലാണ് ഫോർട്ട് കൊച്ചിയിൽ പോയിട്ടുള്ളൂ. അത് കാരണം കൊണ്ട് എനിക്ക് രാത്രിയിലത്തെ എക്സ്പീരിയൻസ് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ പോകുന്നത്, അതായത് രാത്രി സമയത്ത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടക്കാണ്. കുറച്ച് ദൂരം നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് അപ്പം നോക്കിക്കഴിഞ്ഞപ്പോൾ കുറേ കുഞ്ഞു പട്ടിക്കുഞ്ഞുങ്ങൾ അപ്പം പ്രസവിച്ച് കിടക്കുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. വളരെ ക്യൂട്ടായിട്ടുള്ള പപ്പീസാണ്. നല്ല രസമായിരുന്നു കാണാനായിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീണ്ടും നടക്കുന്നു. ഓരോ ഷോപ്പുകളൊക്കെ കാണുന്നു. നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മുടെ പണ്ടത്തെ കൊച്ചിയിലുള്ള ഓരോരോ ചരിത്രാവശിഷ്ടങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ആങ്കറൊക്കെ വെച്ചിട്ടുണ്ട്. പണ്ടത്തെ എന്തോ ഷിപ്പിലെ ആങ്കറോ അങ്ങനത്തെ എന്തൊക്കെയാണ്. അതിനെക്കുറിച്ച് പ്രത്യേകമായിട്ട് എനിക്ക് പറയാൻ അറിയില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവിടെ കണ്ടു. അത് കഴിഞ്ഞ് നമ്മളിതേ നോക്കുമ്പോൾ അടുത്ത ഓരോരോ പണ്ടത്തെ ചരിത്രപ്രധാനമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. അതൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാം വായിച്ചു നോക്കാനുള്ള നേരമൊന്നും കിട്ടിയില്ല. ഞങ്ങൾ ഓടി വന്നായിരുന്നു കേട്ടോ. പിന്നെയും കുറച്ച് ദൂരം കൂടി നടന്നു കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ലൊക്കേഷനൊക്കെ ഒരുപാട് സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ. ഞാനും ഒരുപാട് സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ വന്നിട്ടും ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രാവശ്യം വന്നിട്ടൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ആവിയന്ത്രം എന്തോ ആണ്, അങ്ങനത്തെ പണ്ടത്തെ ഇതായിരുന്നു അവിടെ ചേർന്നത്. ഭയങ്കര കാഴ്ചകളൊക്കെ തന്നെയാണ്. അത് വായിക്കാനും നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനൊന്നും കിട്ടണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അതെല്ലാം കണ്ട് വീണ്ടും കടലിൻ്റെയും കാഴ്ചകളുടെയൊക്കെ ഭംഗി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ചിന്
ബബിൾസ് ഊതിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അത് അങ്ങടേക്ക് പോയി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. ഇന്ന് എല്ലാവരും ഞങ്ങളുടെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഫുഡൊക്കെ വെക്കണമല്ലോ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ വേഗം ഓടിപ്പോകുന്നതാണ്. പക്ഷെ പേടിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ മീൻ മേടിച്ച് വീട്ടിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു.